എന്തു പൊരുൾ ജഗന്നാഥ മാർത്താണ്ഡ വിഭോ ദീനദയാനിധേ ചീർത്തകാരുണ്യം ആദിത്യ ഭഗവാനെ വണങ്ങിടുന്നീൻ. യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ദാനങ്ങളുടെയും തപസ്സിൻ്റെയും ഫലങ്ങളെ വിവരിക്കുകയാണ് പിതാമഹൻ. തപസ്സുകൊണ്ട് സ്വർഗം, യശസ്, ദീർഘായുസ്, ഭോഗപദാർത്ഥങ്ങൾ, ജ്ഞാനം, വിജ്ഞാനം, ആരോഗ്യം, സൗന്ദര്യം, സമ്പത്ത്, സൗഭാഗ്യം, ഇവയിൽ ഏത് ആഗ്രഹിക്കണോ അത് കിട്ടും. ഏതാഗ്രഹിച്ചിട്ടാണോ തപസ് ചെയ്യുന്നത് അത് കിട്ടുക തന്നെ ചെയ്യും. മൗനം കൊണ്ട് ജ്ഞാനം, ജ്ഞാനം കൊണ്ട് ഉപഭോക്ത പദാർത്ഥങ്ങൾ, ബ്രഹ്മചര്യം കൊണ്ട് ദീർഘായുസ്, അഹിംസ കൊണ്ട് സൗന്ദര്യം, ഭിക്ഷ കൊണ്ട് നല്ല കുലത്തിലുള്ള ജന്മം, ഇതൊക്കെ കിട്ടും. ഫലമൂലങ്ങളെ മാത്രം ഭക്ഷിച്ച് തപസ് ചെയ്യുന്നവന് രാജ്യപ്രാപ്തി ഉണ്ടാവും. ഇലകൾ മാത്രം ഭക്ഷിച്ച് തപസ് ചെയ്യുകയാണെങ്കിലോ സ്വർഗപ്രാപ്തിയാണ് ഫലം. തടാകങ്ങളെ ഉണ്ടാക്കുന്നവൻ 3 ലോകങ്ങളിലും ബഹുമാന്യനായി തീരും. ധർമാർത്ഥ കാമം എന്നുള്ള പുരുഷാർത്ഥങ്ങളുടെ ഫലത്തെയാണ് കിട്ടുന്നത്. മഹർഷിമാര് തടാകത്തിൻ്റെ മഹിമയെപ്പറ്റി ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. വർഷകാലത്ത് തടാകത്തിൽ വെള്ളം നിൽക്കുകയാണെങ്കിൽ ആ തടാകം ഉണ്ടാക്കിയ സുഹൃതിക്ക് അഗ്നിഹോത്രം ചെയ്ത ഫലം കിട്ടും. ശരൽക്കാലത്ത് തടാകത്തിൽ വെള്ളം നിൽക്കുമ്പോൾ ആ തടാക നിർമ്മാതാവിന് 1000 പശുക്കളെ ദാനം ചെയ്ത പുണ്യം കിട്ടും. ഹേമന്ത ഋതുവിൽ നിൽക്കുന്ന വെള്ളമാണെങ്കിലോ തടാക നിർമ്മാതാവിന് പല പല യജ്ഞങ്ങൾ ചെയ്ത ഫലം കിട്ടും. അയാൾക്ക് ധാരാളം സുവർണങ്ങളും കിട്ടും. ശിശിരകാലത്തെ ജലം ആദിരാത്ര യജ്ഞം ചെയ്തതിൻ്റെ ഫലത്തെ കിട്ടും. ഗ്രീഷ്മകാലത്ത് നിൽക്കുന്ന ജലം ഉള്ള കുളം നിർമ്മിച്ച ആൾക്ക് അശ്വമേധ യാഗഫലമാണ് സിദ്ധിക്കുക. ഇങ്ങനെയാണ് ഓരോ തടാക നിർമ്മാതാക്കൾക്കും കിട്ടാവുന്ന പുണ്യത്തിൻ്റെ വ്യാപ്തി. ദാഹിച്ച മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയും ഏതൊരുത്തൻ നിർമ്മിച്ച തടാകത്തിലെ ജലം കുടിച്ച് ദാഹം തീർക്കണമോ അവന് അശ്വമേധയാഗം നടത്തിയതിൻ്റെ ഫലമാണ് കിട്ടുക. എല്ലാ ദാനങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് ജലദാനം. അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കണം. തടാക നിർമ്മാണത്തിലൂടെ വലിയൊരു പുണ്യമാണ് ചെയ്യുന്നത് എന്ന് ഓർക്കണം. ഇനി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെയും ആരാമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ ഫലം പറഞ്ഞുതരാം. വൃക്ഷം, ഗുൽമം, ലത, വല്ലി, ത്വാക്സാരം, തൃണം എന്നിങ്ങനെ 6 തരത്തിലാണ് സ്ഥാവരങ്ങൾ. വൃക്ഷങ്ങളെ വെച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ കീർത്തിയും മരിച്ചു കഴിഞ്ഞാൽ പുണ്യലോകങ്ങളും കിട്ടും. പിതൃക്കളുടെ സുഖം അനുഭവിക്കാൻ കഴിയും. സ്വർഗലോകത്തിലെത്തിയാലും അയാളുടെ ഭൂമിയിലുള്ള കീർത്തി എപ്പോഴും നിലനിൽക്കും. തനിക്ക് മുമ്പുണ്ടായിരുന്നവരെയും ഇനി ഉണ്ടാകാൻ പോകുന്നവരെയും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ള ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉദ്ധരിക്കാൻ കഴിയും. പുഷ്പങ്ങളെ കൊണ്ട് ദേവന്മാരെയും പഴങ്ങളെ കൊണ്ട് പിതൃക്കളെയും നിഴല് കൊണ്ട് തൻ്റെ ചോട്ടിൽ വിശ്രമിക്കുന്ന അതിഥികളെയും വൃക്ഷങ്ങൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. കിന്നരന്മാർ, നാഗങ്ങൾ, രാക്ഷസന്മാർ, ദേവന്മാർ, ഗന്ധർവന്മാർ, ഋഷികൾ, മനുഷ്യർ, പക്ഷി, മൃഗാദികൾ ഇങ്ങനെയുള്ള എല്ലാവരും വൃക്ഷങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വൃക്ഷങ്ങളെ ധാരാളം നട്ടുപിടിപ്പിക്കണം. വെറുതെ നട്ടുപിടിപ്പിച്ചാൽ പോരാത്രേ, അതിനെ സംരക്ഷിക്കാനും മുൻകൈയെടുക്കണം. തടാകം നിർമ്മിക്കുന്നവനും വൃക്ഷം നടുന്നവനും ആരാമം നിർമ്മിക്കുന്നവനും യജ്ഞം ചെയ്യുന്നവനും
എപ്പോഴും സത്യം മാത്രം പറയുന്നവനും സ്വർലോകത്തിലെത്തി സുഖമായിട്ട് ജീവിക്കും. എല്ലാ ദാനങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ദാനം ഏതാണ് പിതാമഹ? അതിന് ദേവവ്രതൻ പറഞ്ഞ മറുപടി, സർവജീവജാലങ്ങൾക്കും അഭയം കൊടുക്കുന്ന ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം. ദുഃഖിതരിൽ കാരുണ്യം ഉണ്ടാവുക, അവർ ആഗ്രഹിക്കുന്നതിനെ കൊടുത്ത് സന്തോഷിപ്പിക്കാൻ കഴിയുക, ഇത് വളരെ ശ്രേഷ്ഠമായൊരു ദാനാണ്. സ്വർണം, പശുക്കൾ, ഭൂമി ഇവയൊക്കെ ദാനം ചെയ്താൽ ആ ദാതാവിൻ്റെ പാപങ്ങൾ ഒക്കെ നശിക്കും. സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരും ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ എപ്പോഴും സംരക്ഷിക്കണം. ദേവന്മാരിൽ നിന്ന് വരങ്ങളോ മനുഷ്യരിൽ നിന്ന് ലൗകിക പദാർത്ഥങ്ങളോ അങ്ങനെയൊന്നും ആവശ്യപ്പെടാത്തവരും തൻ്റെ പ്രാരബ്ധം അനുസരിച്ച് വന്നു ചേരുന്ന വിഷയങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുന്നവരുമായ ആളുകൾക്ക് കഷ്ടപ്പാട് വരാതെ ശ്രദ്ധിക്കണം. അത് രാജാവിൻ്റെ ഒരു മുഖ്യ കടമയാണ്. ധാർമ്മികരും പുണ്യം ചെയ്യുന്നവരും വിദ്യാസമ്പന്നരും വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുന്നവരും സ്വാധ്യായം, തപസ് എന്നിവ ചെയ്യുന്നവനും അസ്പഷ്ടമായ ബ്രഹ്മ തേജസ്സോടു കൂടിയവനും ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്നവനും മറ്റു സ്ത്രീകളിൽ ആഗ്രഹം കാണിക്കാത്തവനും ശുദ്ധ അന്ധക്കരണങ്ങളോട് കൂടിയവനും ഇന്ദ്രിയങ്ങളെ അടക്കിയവരുമായിരിക്കുന്നവർക്ക് ചെയ്യുന്ന ദാനം ദാതാവിന് അപാരമായ തേജസ്സിനെ ഉണ്ടാക്കി കൊടുക്കും. നമ്മളെ രക്ഷിക്കാത്തവരെയും ബഹുമാനിക്കാത്തവരെയും ഒരിക്കലും തിരിച്ച് വെറുക്കരുത്. അവരെയും സ്വന്തം പുത്രന്മാരെ പോലെ സംരക്ഷിക്കേണ്ടത് രാജാവിൻ്റെ കടമ തന്നെയാണ്. രാജാവ് ബ്രാഹ്മണനെയും വൈശ്യൻ ക്ഷത്രിയനെയും ശൂദ്രൻ വൈശ്യനെയും ശുശ്രൂഷിക്കണം എന്നാണ് ദേവാനുശാസനം. ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങളൊക്കെ പാലിക്കുക, എന്നാൽ സ്വർലോകം തന്നെ കിട്ടും, സംശയമില്ല എന്നും പറഞ്ഞ് പിതാമഹൻ ഉപസംഹരിച്ചു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.